കാണാതായ യുവാവിന്റെ മൃതദേഹം കല്ലടയാറ്റിൽ. പത്തനാപുരം മഞ്ചള്ളൂർ മണക്കാട് കടവിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. പന്തീരിക്കൽ സ്വദേശിയായ നിശാന്തിനെ കഴിഞ്ഞ 8 ദിവസമായി കാണാനില്ലായിരുന്നു. തിരച്ചിൽ നടത്തിവരവെയാണ് മൃതദേഹം കണ്ടെത്തിയത്. പത്തനാപുരം നെടുമ്പറമ്പിൽ വർക്ക് ഷോപ്പിലെ ജീവനക്കാരനായിരുന്നു നിശാന്തിന്റെ തിരോധാനം മുതലേ ബന്ധുക്കൾ ചിലരെ സംശയിക്കുന്നുണ്ടായിരുന്നു. മരണത്തിലും ദുരൂഹത ആരോപിക്കുന്നുണ്ട്. എന്നാൽ വർക്ക് ഷോപ്പിന് സമീപത്തെ മഴവെള്ളപ്പാച്ചിൽ അകപ്പെട്ട് മരണം സംഭവിച്ചതാകാമെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. 22-ാം തീയതിയാണ് ഏകദേശം 10 മണിയോടുകൂടിയാണ് ഇദ്ദേഹത്തെ കാണാതാവുന്നത്. അദ്ദേഹത്തെ കാണാതിൻ്റെ പിറ്റേന്ന് തന്നെ നമ്മൾ എഫ്ഐആർ എടുക്കുകയുണ്ടായി. എഫ്ഐആർ എടുത്തപ്പോഴും നമ്മൾ ആദ്യമേ നേരിട്ട ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു കൊലപാതകത്തിൻ്റെ സാധ്യത ആദ്യം തൊട്ട് പറഞ്ഞിരുന്നു. പലരെയും കൃത്യമായി അത് ചോദ്യം ചെയ്തു. CCTV ഫുട്ടേജുകൾ പരിശോധിച്ചു. ഇതൊരു വളരെ അത്ഭുതകരമായി തോന്നിയത് ഒരു ചെറിയ തോടാണ്. ഒരു തോട്ടിൽ ഇദ്ദേഹം വീഴുകയാണ്. അന്ന് നല്ല മഴയുണ്ടായിരുന്നു. ആ തോട് വന്ന് അവസാനിക്കുന്ന ഭാഗമാണ് ഈ കടവിൻ്റെ ഭാഗം. ഇത് നമുക്ക് ഇന്നലെ മാത്രമാണ് അതിൻ്റെ ഒരു സാധ്യത ഞങ്ങൾ പരിശോധിച്ചിരുന്നു. ഫയർഫോഴ്സ് വിളിച്ച് നോക്കിയപ്പോൾ ബോഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. പോലീസിനെതിരെയൊക്കെ വ്യാപകമായിട്ടൊരു ആക്ഷേപമൊക്കെ ഉണ്ടാകണം. സമീപ പ്രദേശങ്ങളിൽ തന്നെ സമീപകാലത്ത് തന്നെ 1-2 കേസ് കേട്ടപ്പോൾ പോലീസ് നിങ്ങളുടെ ഒരു നിലപാട് തന്നെ അദ്ദേഹം തോട്ടിൽ വീണ് മരിച്ചതാകാമെന്നതായിരുന്നു. അതെ, അതൊരു 2 ദിവസം മുമ്പാണ് ആ സാധ്യതയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. കാരണം ഇദ്ദേഹത്തെ അവസാന CCTV ഫുട്ടേജ് കാണുമ്പോൾ ഇദ്ദേഹം റോഡിന്റെ വലതുവശത്തുകൂടി നെഞ്ചിങ്ങനെ തടവിക്കൊണ്ട് പോകുന്നു. പക്ഷേ അത് കഴിഞ്ഞുള്ള ഇയാൾ ജോലി ചെയ്യുന്ന വർക്ക്ഷോപ്പ് കഴിഞ്ഞുള്ള CCTV പരിശോധിക്കുമ്പോൾ ഇദ്ദേഹം കടന്നു പോകുന്നില്ല. പിന്നെ ഈ പല സാധ്യതകളും പറഞ്ഞ കൂട്ടത്തിൽ ഈ നമുക്ക് സംശയമുള്ള ആള് കടന്നു പോകുന്നത് ഏകദേശം ഇദ്ദേഹം പോയി കഴിഞ്ഞൊരു 11 മിനിറ്റ് കഴിഞ്ഞതാണെന്നാണ് CCTV വ്യക്തമാക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ആ കൊലപാതക സാധ്യത അപ്പോൾ തന്നെ തള്ളിക്കളയുണ്ടായി. പിന്നെ ഇവിടെ ഒരുപാട് നമ്മൾ പഴി കേട്ടതാണ്. കാര്യം നമ്മളെ ഒരു ചിന്താഗതി തന്നെയായിരുന്നു കറക്റ്റ് എന്ന് ഇപ്പോൾ